ലോകതലത്തിൽ എല്ലായിടത്തും ഒരു സ്കിൽ ബേസ്ഡ് ഓറിയൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻസിനിടയിൽ. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ആ സ്കില്ല് നഷ്ടപ്പെടുന്നത്? സ്കൂൾ തലത്തിൽ അതില്ലാത്തത് കൊണ്ടാണ്. കേരള സ്റ്റുഡൻസ് വളരെ ബെസ്റ്റാണ്. വാസ്റ്റ് ലെവലിൽ, ഡെപ്ത് ലെവലിൽ കേരള സ്റ്റുഡൻസ് അത്ര നല്ലതല്ല എന്നാണ് ലോകത്തിൻ്റെ വിലയിരുത്തൽ. കേരള സ്റ്റുഡൻസ് അതിൻ്റെ കാരണം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ജസ്റ്റ് ചോക്ക് ആൻഡ് ടോക്ക് എന്ന് പറയുന്നതിലേക്ക് മാറിയിരിക്കുന്നു. മാർക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിസ്റ്റം ഡെവലപ്ഡ് കൺട്രീസിലില്ല. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം എന്നറിയപ്പെടുന്നത് നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ഫിൻലാൻഡ് സ്കൂൾ സിസ്റ്റമാണ്. ഫിന്നിഷ് എന്നാണ് അതിന് പറയുക, ഫിന്നിഷ് സ്കൂൾ സിസ്റ്റം. അത് സ്കിൽ ബേസ്ഡ് ഓറിയൻറ്റേഷനിലൂടെ ആരൊക്കെ പോയിട്ടുണ്ടോ അവരെല്ലാം വലിയ സാമർഥ്യത്തിലെത്തിയിട്ടുണ്ട്. ആ സ്കിൽസ് പല രീതിയിലുണ്ട്. പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ട്, ഹാർഡ് സ്കിൽസ് ഉണ്ട്, അതേപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. സിവിൽ സർവീസുകാർ പോലും അത്, കാരണം ഹെവി സാലറി ആയതുകൊണ്ട് അതിലേക്ക് പോകാൻ വേണ്ടി അവർ ആഗ്രഹിക്കും. പക്ഷെ ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സിവിൽ സർവീസ് കിട്ടണമെങ്കിൽ ഈ മാർക്കല്ല വേണ്ടത്, അവർക്ക് സ്കിൽസാണ് വേണ്ടത്. ഒരുപാട് നോളേജുകളെ തൻ്റെ തലയിലേക്ക് കയറ്റാനും അതിനതിമനോഹരമായി ഉപയോഗിക്കാനും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയും ഡിസിഷൻ മേക്കിങ്ങിലൂടെയും പോകാനുമാണ് ഒരാൾ പഠിക്കാൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ സംഗമത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് മുനവ്വർ, സാലി ആൻഡ് ടീം, അതോടൊപ്പം സ്കിൽസ് എന്ന് പറയുന്ന ഈ ഒരു അക്കാഡമിയിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, പഠിച്ചു പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, ഒരു കോൺവെക്കേഷൻ സെറിമണി നടക്കുന്ന സമയത്ത് വളരെ സാഗൂതം അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലെ മുഴുവൻ അംഗങ്ങളും. പ്രിയപ്പെട്ട മുനവ്വർ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ ഒരു സ്കിൽസ് ഓറിയൻറ്റഡ് ആയിട്ട് കുറേ കാലങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുറത്തൊക്കെ സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളോട് ഒരു ഇൻട്രാക്ഷനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ പൊതുവെ ഒരു മാർക്ക് ഓറിയൻറ്റഡ് സിസ്റ്റമാണ് നടക്കുന്നത്. മാർക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിസ്റ്റം ഡെവലപ്ഡ് കൺട്രീസിലില്ല. ഡെവലപ്ഡും ഡെവലപ്പിങ്ങും അണ്ടർ ഡെവലപ്പിംഗ് ഒക്കെ ആണല്ലോ ഉള്ളത്. എല്ലാ സ്ഥലങ്ങളിലും സ്കിൽ ഓറിയൻറ്റേഷനാണ്, സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നാണ് അതിന് പറയുക. അതൊരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഭാവിയിൽ വന്നേക്കാം. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം എന്നറിയപ്പെടുന്നത് നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ഫിൻലാൻഡ് സ്കൂൾ സിസ്റ്റമാണ്. ഫിന്നിഷ് എന്നാണ് അതിന് പറയുക, ഫിന്നിഷ് സ്കൂൾ സിസ്റ്റം. US-ലും UK-ലും ഒക്കെ സിസ്റ്റങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം മികച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ സിസ്റ്റമായി അറിയപ്പെടുന്നത് ഫിന്നിഷ് സ്കൂൾ സിസ്റ്റമാണ്, ഫിൻലാൻഡ്. ദൈവാനുഗ്രഹത്താൽ ആ രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്, ആ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫിന്നിഷ് സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദെയർ ഈസ് നോ എക്സാംസ്, പരീക്ഷയില്ല എന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, 10ാം ക്ലാസ് വരെ പരീക്ഷയെ ഫിൻലാൻഡിലില്ല. അതിൻ്റെ കാരണം കുട്ടികൾ നോളേജിലൂടെ പോകുന്നതിന് പകരം, എക്സാമിലൂടെ പോകുന്നതിന് പകരം സ്കില്ലിലൂടെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയുള്ള സ്കൂൾ സിസ്റ്റത്തിലൊന്നും അതില്ലെങ്കിൽ പിന്നെ കുറച്ച് സുഖമല്ലേ നമുക്ക് അവിടെ ജീവിക്കാനാണ് അല്ലെങ്കിൽ പഠിക്കാനാണ്. അല്ല, ഈ നോളജും സ്കിൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാദ്യം നമുക്കൊരു ചിന്തയുണ്ടാകണം. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ ഒരു സിസ്റ്റപ്രകാരം, ഇപ്പോൾ സിസ്റ്റം മാറി മാറി വരുന്നുണ്ട്. ഈ ഫിൻലാൻഡിൽ കഴിഞ്ഞ ഏകദേശം ഒരു 8-10 മാസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി സന്ദർശിച്ചിട്ടുണ്ട്. ആ സിസ്റ്റം എങ്ങനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് എന്നോ കേരളത്തിൽ വരേണ്ടതായിരുന്നു. ഇനി അത് വരണമെങ്കിൽ, ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ സിവിൽ സർവീസുകാരത് അംഗീകരിക്കണം. ആരൊക്കെയാണോ നമ്മുടെ സിലബസിൻ്റെ അതോറിറ്റി അവരത് മനസ്സിലാക്കണം. എന്നിട്ട് ഏകദേശം ഒരു 10-15 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമായിരിക്കും. അവിടെയൊക്കെ നടക്കുന്നതിൻ്റെ 50 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 70 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ കാര്യം വരിക. മോണ്ടിസോറി പോലെ. മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ആളാണ് മോണ്ടിസോറി സിസ്റ്റം കണ്ടെത്തിയത്. അവർ മരിച്ചിട്ട് തന്നെ 70-ലേറെ വർഷമായി. ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് മോണ്ടിസോറി സിസ്റ്റമായിട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകതലത്തിൽ എല്ലായിടത്തും ഒരു സ്കിൽ ബേസ്ഡ് ഓറിയൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻസിനിടയിൽ. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ആ സ്കില്ല് നഷ്ടപ്പെടുന്നത്? സ്കൂൾ തലത്തിൽ അതില്ലാത്തത് കൊണ്ടാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ലോകത്തിലെ എല്ലാ എഡ്യൂക്കേഷണൽ സിസ്റ്റങ്ങളൊന്നും ഒരു മാച്ചിങ്ങും മാപ്പിങ്ങും ഒക്കെ നടത്തി നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു സ്കിൽ ഓറിയൻറ്റേഷൻ നടന്നിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് വിദൂരതയിലെത്തുമായിരുന്നേനെ. കേരള സ്റ്റുഡൻസ് വളരെ ബെസ്റ്റാണ്. വാസ്റ്റ് ലെവലിൽ, ഡെപ്ത് ലെവലിൽ കേരള സ്റ്റുഡൻസ് അത്ര നല്ലതല്ല എന്നാണ് ലോകത്തിൻ്റെ വിലയിരുത്തൽ.
കേരള സ്റ്റുഡൻസ്. അതിൻ്റെ കാരണം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ജസ്റ്റ് ചോക്ക് ആൻഡ് ടോക്ക് എന്ന് പറയുന്നതിലേക്ക് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് പോകുന്നത് എന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന് നമുക്ക് ഒരു എസ്സേ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഈ സ്കില്ലും നോളജും തമ്മിലുള്ള വ്യത്യാസം പറയാം. മൂന്നാറിനെ കുറിച്ച് വിശകലനം ചെയ്യുക, അതായിരിക്കും നമ്മളൊരു ചോദ്യം. അപ്പോൾ നമ്മൾ മൂന്നാറിനെ കുറിച്ച് വിശദീകരിച്ചാൽ മതി. മൂന്നാർ എന്ന് പറഞ്ഞാൽ ഏതാണ്, മൂന്നാറിൻ്റെ പ്രത്യേകത എന്താണ്, മൂന്നാറിൽ എത്ര ടൂറിസ്റ്റുകൾ വരുന്നു, എത്ര ടൂറിസ്റ്റുകൾ പോകുന്നു, എന്തൊക്കെയാണ് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ, എവിടെയൊക്കെയാണ് അവിടെ കാണാനുള്ളത്, പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ഏതൊക്കെയാണ്. ഇതാണ് ഒരു കേരള സ്റ്റുഡൻറ്റ് അവൻ്റെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കേണ്ടത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൽ ബേസ്ഡ് സിസ്റ്റത്തിലാണെങ്കിൽ, ഫിനിഷിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ആ സിസ്റ്റത്തിലാണെങ്കിൽ ആ ചോദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്യും. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ആ ചോദ്യം ഇങ്ങനെ ആയിരിക്കും: ഞങ്ങൾ 10 പേര് കേരളം സന്ദർശിക്കാനിരിക്കുന്നു. കേരളത്തിൽ പ്രധാനമായി ഏകദേശം 10ഓളം ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്, അത് ഞങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് അനാലിസിസ് നടത്തിയിട്ട് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളാകെയുള്ളത് 3 ദിവസമായിരിക്കും കേരളത്തിൽ. ആ 3 ദിവസത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഏത്, സെലക്ട് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ ഏത്, ഞങ്ങളവിടെ ഞങ്ങളുടെ 3 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ത്, അതോടൊപ്പം 10 സ്പോട്ടുകളിൽ നിന്ന് ഇതിനുള്ള പ്രത്യേകത എന്ത്. അപ്പോൾ അവിടെ എന്തൊക്കെ വേണ്ടി വരും? എല്ലാറ്റിനെക്കുറിച്ച് പഠിക്കണം, താരതമ്യ പഠനങ്ങൾ ഉണ്ടാകണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാച്ചിങ്ങും മാപ്പിങ്ങും സ്റ്റഡീസൊക്കെ നടക്കണം, എത്ര ടൂറിസ്റ്റുകൾ എല്ലായിടത്തും വരുന്നു പോകുന്നു എന്ന് നോക്കണം, ക്ലൈമറ്റിൻ്റെ ചേഞ്ചസിനെ കുറിച്ച്, ഫുഡിൻ്റെ ഹാബിറ്റ്സിനെ കുറിച്ച്, അവിടെ നിന്നെങ്കിലും അപകടം പറ്റിയാൽ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം കുട്ടി ഒരു ആൻസർ എഴുതാൻ. ഇതാണ് സ്കിൽ ഓറിയൻറ്റേഷനിലെ ചോദ്യത്തിൻ്റെയും ഡയറക്റ്റായിട്ടൊരു നോളജബിൾ ആയിട്ടുള്ള ചോദ്യത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു കുട്ടി ഒരുപാട് ചിന്തിച്ചെഴുതണം, മറ്റേ കുട്ടി മൂന്നാറിനെ കുറിച്ച് എന്താണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് എഴുതിയാൽ മതി. ഈ ഒരു വ്യത്യാസമാണ് എഡ്യൂക്കേഷനിൽ എവിടെയുമുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ +2 വരെ പഠിച്ചാലും ഒരു ദിവസം പോലും കുട്ടികൾ പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ കേരള മോഡലോ അല്ലെങ്കിൽ CBSE മോഡലോ പഠിക്കുന്ന കുട്ടി എല്ലാറ്റിലും A+ എടുത്ത കുട്ടിയാണെങ്കിൽ പോലും, ഞാൻ ഇൻട്രൊഡക്ഷൻ തീർത്തിട്ട് നിങ്ങളിലേക്ക് വരിക, A+ എടുത്ത എല്ലാറ്റിലും A+ ആണ്. പക്ഷേ ആ കുട്ടി ഒരു ദിവസം പോലും ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടുന്ന ഒരു ഗതിയില്ല. താൻ പഠിച്ച സബ്ജക്റ്റുകളെ ഒന്ന് പ്രസംഗ രൂപത്തിലോ ക്ലാസ് രൂപത്തിലോ എഴുത്തു രൂപത്തിലോ അവതരിപ്പിക്കേണ്ടുന്ന സാഹചര്യമില്ല. പക്ഷേ പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അത് ഇന്ന രാജ്യത്തെ, ഞാൻ രാജ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യല്ല, ആ കുട്ടി എല്ലാ ദിവസവും അവനക്ക് പ്രസൻറ്റേഷൻ അവറുണ്ട്. ആ ഹവേഴ്സിൽ അവനത് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ആ കുട്ടി ടീച്ചർ നാളെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ഈ കുട്ടി എന്തായിരിക്കണം? ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കണം, ആ യൂണിറ്റിനെ കുറിച്ച് പഠിക്കണം, ആ യൂണിറ്റിൻ്റെ സിനാപ്സിസ് തയ്യാറാക്കണം, ആ സിനാപ്സിസിനെ PPTയിലേക്ക് ആക്കണം. എന്നിട്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ടോസ് ഇട്ടിട്ട് ഏത് ഗ്രൂപ്പിനാണോ കിട്ടുന്നത് ആ ഗ്രൂപ്പ്, 5 ഗ്രൂപ്പ് ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പും പ്രിപ്പയർ ചെയ്ത് വരണം. ഒരു ദിവസം ഒരു ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യണം, എല്ലാവരും പ്രിപ്പയർ ചെയ്യണം, ഒന്ന് പ്രസൻറ്റ് ചെയ്യണം. ആ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി 4 ഗ്രൂപ്പുകൾ ക്രോസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആ ക്രോസ് ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ കംപ്ലീറ്റ് ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ്സിൽ 2 ടീച്ചേഴ്സ് ഉണ്ടാകും. ആ ടീച്ചേഴ്സ് ഇവരുടെ കംപ്ലീറ്റ് മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കും. നോളജിൻ്റെ മോണിറ്ററിങ്, പ്രസൻറ്റേഷൻ്റെ മോണിറ്ററിങ്, തിങ്കിങ് പ്രോസസ്സിൻ്റെ മോണിറ്ററിങ്, അവരുടെ ലാംഗ്വേജിൻ്റെ മോണിറ്ററിങ്, ഇതെല്ലാം കൂടി ചെയ്യുന്നതിൻ്റെ പേരാണ് സ്കിൽ ബേസ്ഡ് ഓറിയൻറ്റേഷൻ. ഞാൻ പറയുന്നത് മനസ്സിലാകണ്ടെന്ന് വിചാരിക്കുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വ്യത്യാസം അതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, ഞാൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മോശമാക്കി പറയാൻ വേണ്ടി വന്നതല്ല, ഈ സിസ്റ്റത്തിൽ എപ്പോഴും ബൈഹാർട്ട് സിസ്റ്റമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഏതാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മളെല്ലാവരും സിവിൽ സർവീസാണ് പറയാം, അല്ലേ? സിവിൽ സർവീസാണ് പറയാം. പക്ഷേ സിവിൽ സർവീസുകാർ പോലും എഴുതിയാൽ പൊട്ടുന്ന എക്സാംസ് ഉണ്ട്. എനിക്കറിയാവുന്ന 2 സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാരായി എക്സാം എഴുതി പൊട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും സിവിൽ സർവീസാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള എക്സാം എന്ന്. അത് ശരി തന്നെയാണ്. പക്ഷേ ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. സിവിൽ സർവീസുകാർ പോലും അത്, കാരണം ഹെവി സാലറി ആയതുകൊണ്ട് അതിലേക്ക് പോകാൻ വേണ്ടി അവർ ആഗ്രഹിക്കും. പക്ഷെ ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ആക്ച്വറിയൽ സയൻസിൻ്റെ, അതിൻ്റെ ടെക്നിക്കൽ സൈഡ്, ഇൻഷുറൻസ് എങ്ങനെ കൊടുക്കുന്നു, അതിൻ്റെ പെർസെൻറ്റേജസ്, കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് അലൈൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എക്കണോമിക്സ് തിയറികളാണ്.
അതോടൊപ്പം അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ സിവിൽ സർവീസ് ആണെന്ന് വെക്കുക. ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും A+ ഇല്ല എന്ന് വിചാരിക്കും. A+ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. A+ ഇല്ലാത്ത കുട്ടികൾക്കും സിവിൽ സർവീസ് എക്സാം എഴുതാം. കാരണം സിവിൽ സർവീസിൽ ഒരിക്കലും A+ ചോദിക്കുന്നില്ല. കാരണം A+ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൽ ബേസ്ഡ് സിസ്റ്റം അല്ലെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട്. ഇതെന്നോട് സംസാരിച്ചത് സിവിൽ സർവീസ് കിട്ടിയ ആളുകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സിവിൽ സർവീസിൽ എവിടെയും +2 എല്ലാറ്റിലും A+ വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. SSLCക്ക് A+ വേണമെന്ന് ആവശ്യമേ ഇല്ല. സെക്കൻഡ് ക്ലാസ് എങ്കിലും ഉണ്ടായാൽ മതി ഡിഗ്രിക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ നന്നായി, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ സിവിൽ സർവീസ് കിട്ടണമെങ്കിൽ ഈ മാർക്കല്ല വേണ്ടത്, അവർക്ക് സ്കിൽസാണ് വേണ്ടത്. ഒരുപാട് നോളേജുകളെ തൻ്റെ തലയിലേക്ക് കയറ്റാനും അതിനതിമനോഹരമായി ഉപയോഗിക്കാനും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയും ഡിസിഷൻ മേക്കിങ്ങിലൂടെയും പോകാനുമാണ് ഒരാൾ പഠിക്കേണ്ടത്. അല്ലാതെ കുറേ നോളേജ് ഉള്ളിലാക്കുകയല്ല. ആ ഭാഗങ്ങളെക്കുറിച്ചിട്ടും അവന് സ്കില്ലുണ്ടാകണം. അതുകൊണ്ടാണ് സിവിൽ സർവീസുകാർക്ക് ഈ ഒരു ആവശ്യമില്ലാത്തത്. കാരണം മാർക്ക് എന്ന് പറയുന്നത് അത്ര വലിയൊരു കൺസിഡറേഷൻ ആക്കാത്തത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കിലാണ് കൂടുതൽ കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലെ സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസും, ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ അവസ്ഥ തന്നെയാണ്. ഇവൻ ദുബായിലുള്ള നമ്മളെ കേരളീസ് പോലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാർക്കിലാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയാൽ. പക്ഷെ അതൊന്നും കൂടി വ്യത്യാസപ്പെടും രാജ്യം വേറെയാകുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയല്ല, ഇപ്പോൾ ശശി തരൂർ സ്കൂളിംഗ് എന്ന് പറയുന്ന സിസ്റ്റം അദ്ദേഹത്തിൻ്റെത് സ്കിൽ ബേസ്ഡ് മോഡായിരുന്നു. അതുകൊണ്ടാണ് ഈ ശശി തരൂർ ഇങ്ങനെ വളരെ പ്രതിഭാശാലിയായി മാറിയത്. അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് മാത്രമൊന്നുമല്ല. 8ാമത്തെ വയസ്സിൽ പുസ്തകം എഴുതുന്നത് അദ്ദേഹത്തിന് പുസ്തകം എഴുതാൻ 8 വയസ്സിന് മുമ്പേ അധ്യാപകരുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതുകൊണ്ടാണ്. 8 വയസ്സിലാണ് പുസ്തകം എഴുതുന്നത്. ശശി തരൂരിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സ്കിൽ ബേസ്ഡ് ഓറിയൻറ്റേഷനിലൂടെ ആരൊക്കെ പോയിട്ടുണ്ടോ അവരെല്ലാം വലിയ സാമർത്ഥ്യത്തിലെത്തിയിട്ടുണ്ട്. ആ സ്കിൽസ് പല രീതിയിലുണ്ട്. പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ട്, ഹാർഡ് സ്കിൽസ് ഉണ്ട്, അതേപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ഈ ഹാർഡ് സ്കിൽസ് മിക്കവാറും വരുന്നത് പ്രൊഫഷണൽ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോഫ്റ്റ് സ്കിൽസ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള സ്കില്ലുകളിലൂടെ പോകുമ്പോഴാണ് നമ്മളാകുന്നത്. എഡ്യൂക്കേഷന് 4 ഭാഗങ്ങളുണ്ട്. ആ 4 ഭാഗങ്ങളും ഒരാളിൽ ഫിനിഷ് ആകുമ്പോഴാണ് അയാളൊരു മഹാപ്രതിഭയായി മാറുന്നത്. മിക്കവാറും കുട്ടികളിൽ പല ആളുകളും അതിൽ ഒന്ന് മാത്രമായിട്ട് ചുരുക്കുന്നു എന്നതാണ്. ഫോർ എക്സാമ്പിൾ, എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട്, ഒന്ന് എഴുന്നേറ്റ് നിന്ന് ജസ്റ്റ് ടേൺ യുവർ ബോഡി ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ടേൺ യുവർ ബോഡി ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. കുഴപ്പമുണ്ടോ? അല്ല, അത് നല്ലൊരു കോൺവെക്കേഷൻ സെറിമണി. രക്ഷിതാക്കളൊന്നും ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പ് യുവർ ഹാൻഡ്സ്. Taste your wrist. Breathe in, breathe out slowly. Breathe in, breathe out slowly. Make shake and mutually. എല്ലാവർക്കും ഒന്ന് കൈ കൊടുത്താട്ട്, അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒന്ന്, അടുത്തുള്ളവർക്കൊന്ന് കൈ കൊടുക്കട, ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഞാൻ എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളോട് ഇടാന്നൊക്കെ പറഞ്ഞു കേട്ടോ, സ്നേഹം കൊണ്ട്. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. പെട്ടെന്ന് ചെയ്യണം കേട്ടോ. 5 സെക്കൻഡ് കൊണ്ട് ചെയ്യണേ. എല്ലാവരും തെക്കോട്ടൊന്ന് കൈ ചൂണ്ടിയാട്ടെ. പെട്ടെന്ന് 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ തെക്കോട്ട് കൈ ചൂണ്ടണം. വേഗം ചൂണ്ടിക്കുക. 5 സെക്കൻഡ് കൊണ്ട് ഞാൻ കണ്ണുറക്കാൻ പറയാം. അപ്പോൾ എല്ലാവരും ചൂണ്ടിയിരിക്കണം. ഇനി ഒന്ന് കണ്ണുറന്ന് നോക്കിയാട്ടെ. അവിടെ കൈ അവിടെ പിടിച്ചോ. എത്ര തെക്കാൻ നോക്ക്. ചിലർക്ക് അങ്ങോട്ട്, ചിലർക്ക് ഇങ്ങോട്ട്, ചിലർക്ക് അങ്ങോട്ട്, ചിലർക്ക് അങ്ങോട്ട്. ഇതെന്താ കാര്യം എന്നറിയോ? ഒബ്സർവേഷണൽ സ്കിൽ എന്ന് പറയുന്ന ഒരു സാധനം നമുക്കില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നുപോലും അതിന് ഒബ്സർവേഷൻ എന്നാണ് പറയുക. ഞാൻ കുട്ടികളോട് പറയാണ്, ഭാവിയിൽ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വലിയ ഹൈലി കോമ്പറ്റേറ്റീവ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങളോട് ആദ്യമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽപ്പെട്ട ഒന്ന്, നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അവിടെ 3 പേര് നിന്നിരുന്നു, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിലല്ലേ ചോദ്യം ചോദിക്കുന്നത്. ഇൻ്റർവ്യൂ ബോർഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വരിക. പക്ഷെ ആ വരുന്ന സമയത്ത് ക്ലവർലി അവർ നിർത്തിയിട്ടുണ്ടാവും. ഒരാൾ ചിലപ്പോൾ അവിടെ നിന്ന് മാഗസിൻ വായിക്കുന്നുണ്ടാവും, വേറൊരാൾ അവിടെ നിന്ന് കോഫി അടിക്കുന്നുണ്ടാവും, മറ്റൊരാൾ ചിലപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന മൊബൈൽ എന്തെങ്കിലും. നമ്മളിത് സ്വാഭാവികമല്ലേ എന്ന് വിചാരിച്ച് നടന്നങ്ങോട്ട് പോരും. ഇതൊന്നും ചിലപ്പോൾ നമ്മൾ നോക്കണമെന്നില്ല. ഇപ്പോൾ ഇവിടെയാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഇതൊരു ഓഡിറ്റോറിയം മുകളിലാണെങ്കിൽ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവും മിക്കവാറും, നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളതിൽ. കാരണം എന്തുകൊണ്ടാണ്? ഒബ്സർവേഷണൽ സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമേ മാസ്സായിട്ട് ആളുകളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൈകാര്യം ചെയ്യാൻ പറ്റൂ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകൂ. സൈക്കോളജിയുടെ ഒരു വേർഷനാണ്. എല്ലാവരും ഒരേപോലെ കാണുമ്പോഴാണ് അയാൾക്ക് നല്ല ലീഡറാകാൻ പറ്റുക. ആ കാഴ്ചയിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകണം. എല്ലാറ്റിനും നിരീക്ഷിക്കണം. ഇവിടെ ഇപ്പോൾ തെക്കെവിടെയാണ്, വടക്കെവിടെയാണ്, എവിടെയാണ് നിൽക്കുന്നത്, ഏത് ഭാഗത്താണ് ഉള്ളത്, എത്ര ആളുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഒബ്സർവേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ നിരീക്ഷണ പാഠവമാണ്
സത്യത്തിൽ നമ്മളെ മറ്റൊന്നാക്കുന്ന അതൊരു സ്കില്ലാണ്. അത് അത്രമാത്രം ഉണ്ടാകില്ല നമുക്ക്. എല്ലാവരും ഒന്നിരുന്നോ ജസ്റ്റ്? ഓക്കെ, അല്ല ഒന്നും കൂടി നിന്നാട്ടെ, കുഴപ്പമില്ലെങ്കിൽ. ആ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ വേറൊരു സ്കില്ല് നമുക്ക് മനസ്സിലാവും. സോഫ്റ്റ് സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആളുകളെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. എല്ലാവരും ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് എന്താക്കുക, നമ്മളിലേക്ക് ചേർക്കുക എന്നുള്ളത് വല്ലാത്തൊരു സ്കില്ലാണ്. അവിടെ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് അങ്ങനെയുള്ള ആൺകുട്ടികൾ ഈ സൈഡിൽ, അവിടെ പിന്നെ പാരൻസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാവരും ഒന്ന് ഹഗ് ചെയ്ത് വെക്കട്ടെ. ആ സമയത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് എത്രത്തോളം ആളുകൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ വെറുപ്പോട് കൂടിയിട്ട് ചങ്ക് ബ്രോ ആണ് കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാട്ടെ, അടുത്തുള്ളവനൊന്ന് ഹഗ് ചെയ്ത് നോക്കിയാട്ടെ, എന്തൊക്കെ സാറ് കാണിക്കുമെന്ന് വിചാരിക്കും. ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാവും. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ചങ്ക് ബ്രോ ആണ് കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ് കൂടെ നിൽക്കുന്നത്. ചില ആളുകൾക്കൊരു ഇറിറ്റേഷൻ വരും. ആ ഇറിറ്റേഷനുള്ള ആളുകൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് സൈക്കോളജിക്കൽ പോകും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളൊരു കപ്പാസിറ്റി അത് നമുക്കില്ലാത്ത. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ ഒരു സ്കില്ലൊക്കെ ആളുകൾക്കുണ്ടെങ്കിൽ പോലും അതിനെ രാഷ്ട്രീയക്കാർ തകർത്തുകൊണ്ടിരിക്കുക. ഞാൻ രാഷ്ട്രീയം പറയല്ല, ആളുകളെ വെറുപ്പിച്ച് ആലിംഗനത്തിൽ നിന്ന് അകറ്റുന്നു. അഥവാ ഹൈന്ദവരെയും മുസൽമാനെയും ക്രിസ്ത്യാനികളെയൊക്കെ അകറ്റിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാർ ആരുമാകട്ടെ. കാരണം മനുഷ്യനിൽ വെറുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ വെറുപ്പുകൾ എന്താക്കുന്നു? നമ്മളെ ശത്രുക്കളാക്കുന്നു. അതോടുകൂടി നമ്മളെല്ലാ സ്കില്ലും പോകുന്നു, എല്ലാവരും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയും പോകുന്നു. ചെറിയ നഷ്ടമൊന്നുമല്ല ഇതുകൊണ്ടൊന്നും നടക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റണം, മാനേഴ്സോട് കൂടിയിട്ട് പെരുമാറാൻ പറ്റണം, അധികം മനോഹരമായിട്ട് ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ലീഡേഴ്സ് ആകണം. അതിന് നിങ്ങൾക്ക് അതിമനോഹരമായി ഇവിടെ സ്ഥാപനം പഠിപ്പിക്കുന്ന ചില സിസ്റ്റങ്ങളുണ്ട്. അതിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്ത് എന്നാണ് ഇന്നത്തെ ചെറിയ ചർച്ച.